രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വക്കീൽ നോട്ടീസ്. ബി.ജെ.പി. നേതാവ് വിനോദ് താവഡെയാണ് നോട്ടീസ് നൽകിയത്. വോട്ട് ചെയ്യാൻ വിനോദ് താവഡെ പണം നൽകിയെന്ന ആരോപണത്തിനാണ് നോട്ടീസ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, 5 കോടി രൂപ പിടിച്ചെടുത്തു എന്നതായിരുന്നു 2 ദിവസം മുമ്പ് വന്ന വാർത്ത. ഇപ്പോൾ എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? എന്താണ് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങളും? ദിവിഷ്, രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് എന്നിവർക്കാണ് ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 100 കോടിയുടെ വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ ഈ നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് താവഡെ അയച്ചിരിക്കുന്നത്. ഈ മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രചരണത്തിനിടെ താവഡയിൽ നിന്ന് 5 കോടി രൂപ പിടിച്ചുവെന്നും ആ പണം വോട്ടർമാർക്ക് കൈമാറാനായി വിനോദ് താവഡെ കൊണ്ടുവന്നതാണെന്നും ഈ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. അങ്ങനെ നടത്തിയ ആരോപണം ഈ തന്നെയും തന്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രതികരണം അല്ലെങ്കിൽ അഭിപ്രായമായിരുന്നുവെന്നും ആ അഭിപ്രായത്തിൽ തനിക്ക് പരിഹാര്യമായ നഷ്ടമുണ്ടായി എന്നും അദ്ദേഹം ഈ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി രാഷ്ട്രീയ രംഗത്തുള്ള താൻ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും അതിനാൽ തന്നെ ഈ പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് താവഡെ ഈ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ 100 കോടി രൂപയുടെ മഹാരാഷ്ട്ര കേസ് ഫയൽ ചെയ്യുമെന്നും വിനോദ് താവഡെ ഈ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വക്കീൽ നോട്ടീസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ഒക്കെ നടത്തുന്ന ദിവിഷ, ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമില്ല. പക്ഷെ നേരത്തെ നമുക്കറിയാം, ഈ മഹാരാഷ്ട്ര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൽ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നായിരുന്നു ഈ പോലീസും അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വോട്ടെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മഹാരാഷ്ട്രയിൽ വീണ്ടും ഈ മഹായുതി സർക്കാർ തന്നെയാണ് വരുന്നതെങ്കിൽ, അധികാരത്തിൽ വരുന്നതെങ്കിൽ, പിന്നീട് ആ കേസുമായി എത്രത്തോളം താല്പര്യത്തോടു കൂടി ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നാളെ ഉച്ചയോടുകൂടി ഈ മഹാരാഷ്ട്രയിലെ ഫലം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. അതിനുശേഷമായിരിക്കും ഈ കേസിന്റെ ഭാവി എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. ശരി, ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകരാണ് വിനോദ് താവഡെയെ പണവുമായി പിടികൂടിയതെന്ന നിലയ്ക്കുള്ള വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബി.ജെ.പി. നേതാവ് വിനോദ് താവഡെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്.